സൂസു, നമുക്ക് നിൻ്റെ പപ്പയുടെ മമ്മയുടെയും ആ വീട്ടിൽ പോയാലോ? അവിടെ ഒരു രസമുള്ള പോലെ. ക്രിസ്റ്റി, നമുക്ക് പോവാം. അതിനു മുമ്പ് നീ എനിക്കൊരു പ്രോമിസ് ചെയ്യണം. പ്രോമിസോ? എന്താ പ്രോമിസ്? ടോപ്പിക്ക് പറ, എന്നാ പ്രോമിസ് ചെയ്യാം. ക്രിസ്റ്റി, നമുക്ക് ഈ മാഫിയ ബാക്ക്ഗ്രൗണ്ടൊന്നും വേണ്ടടാ. നമുക്ക് നമ്മുടെ ഒരു 5-6 കുട്ടികൾ അങ്ങനെയൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കാം, പ്ലീസ്. 5-6 കുട്ടികളോ? അത് ഇത്തിരി കുറഞ്ഞു പോയില്ലേ? മിനിമം എനിക്കൊരു 12 കുട്ടികളെങ്കിലും വേണം. അതൊക്കെ നമുക്ക് സെറ്റാക്കാം. പക്ഷേ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് വേണ്ടടാ. എൻ്റെ ഉള്ളിൽ എന്തോ പേടി പോലെ. ഇത് നമുക്ക് ശരിയാവില്ല. നിൻ്റെ കൂടെ കൂടിയതിന് ശേഷം എനിക്കും അങ്ങനെയാണ് ഇഷ്ടം. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നീ കാര്യമായിട്ട് എന്നെ ഒന്ന് പരിഗണിക്കണം. എന്നാൽ ഞാൻ മാറാം. കാര്യമായിട്ടെന്ന് പറഞ്ഞാൽ നീ എന്താ ഉദ്ദേശിച്ച? നിനക്ക് മനസ്സിലായില്ലേ ശരിക്കും? ക്രിസ്റ്റി പ്ലീസ്. ഇച്ചായ സോറി ക്രിസ്റ്റി. ആ സാരമില്ല, അവൾ പോയി. ഇച്ചായ, സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. ഡാഡി വിളിക്കുന്നു, കുറേ നേരമായി, പെട്ടെന്ന് വാ. ഓ ഷിറ്റ്. എടാ തണ്ടി, ഇതിനൊക്കെ ചാടി വീഴുന്നതിന് മുന്നേ ഡോർ ലോക്ക് ചെയ്യാൻ അറിയില്ലേ? നാണം കിട്ടും ആ പെൺകുട്ടിയുടെ മുന്നിൽ. അത് സാരമില്ല, ഞാൻ ഇനി ചെയ്യുമ്പോൾ ഡോർ ലോക്ക് ചെയ്യാം. നിങ്ങൾ വന്നേ ഒരു റൗണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഡാഡിയുടെ അടുത്തപ്പം വാ പെട്ടെന്ന്. ഓട് പോയി. ഞാനിനിയില്ല, എനിക്ക് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകണം. നീ ഡാഡി എന്തിനാ വിളിച്ചെന്നപ്പോൾ ചോദിക്കുമ്പോൾ അരി പ്ലീസ് വാ പ്ലീസ്. പൊന്നു മോനെ വിട്ടെ, മാറിക്കേ. അങ്ങനെ പറയല്ലേ. ഈവനിങ് എൻ്റെ കൂടെ ഉണ്ടാവോ? ഈരിട്ട് ഭയങ്കര ടച്ച് എൻ്റെ ബോഡി വീക്കാ. മാറങ്ങോട്ട്, ഞാൻ പോട്ടെ. ശരി. എന്താണെന്നറിയില്ല, എനിക്ക് നീ ഇല്ലാണ്ട് ഇപ്പോൾ പറ്റുന്നില്ല. ഞാനും അല്ലേ വേണ്ട. ശരി, എന്നാൽ ഞാൻ ഡാഡിയുടെ അടുത്ത് പോട്ടെ. ക്രിസ്റ്റി, എനിക്കും അങ്ങനെ തന്നെയാണ്. നീ ഇല്ലാണ്ടിപ്പോൾ പറ്റുന്നില്ല. അതുകൊണ്ടല്ലേ നീ ഇങ്ങനെ കാണിച്ചിട്ടും ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നത്. ഈവനിങ് ഞാൻ വന്നിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ പോയിട്ട് അടിച്ചു പൊളിക്കാം, എൻജോയ് ചെയ്യാം, പോരെ? നിനക്ക് വേണ്ടിയാ ഞങ്ങൾ രണ്ടാളും ഇത്ര നേരം വെയിറ്റ് ചെയ്തു. എന്താ നീ ഇത്ര ലേറ്റ് ആയത്? ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുണ്ടായിരുന്നു. അത് ഡാഡി, ഞാൻ ടോയ്ലറ്റിലായിരുന്നു. ജോലി വന്നപ്പോൾ ഞാൻ ടോയ്ലറ്റിലായിരുന്നു. ഡാഡിയുടെ ഫേസ് കാണുമ്പോൾ എന്തോ ഗൗരവമുള്ള കാര്യമാണെന്ന് തോന്നുന്നു. എന്ത് പറ്റി? യെസ്, ഇറ്റ്സ് സീരിയസ്. ശർമ്മ ഗ്രൂപ്പ്സ് അറിയാലോ, മൊത്തം ഡ്രഗ് ഡീൽസ് മൊത്തം നമ്മളത് പൊട്ടിച്ചതുകൊണ്ട് അതിൻ്റെ ദേഷ്യമുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഡേവിഡ് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ രണ്ടാളും ഇവിടെ തന്നെ വേണം. ഇവിടുത്തെ പെണ്ണുങ്ങളടുത്ത് പുറത്ത് പോകണ്ടെന്ന് പറഞ്ഞേക്ക്. അത് അപകടം വരുത്തും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഡാഡി, സൂസൻ ഹോസ്പിറ്റലിൽ പോയി ഡ്യൂട്ടിക്ക്. അതോർത്ത് നീ പേടിക്കണ്ട. അവളെ ഇനി ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയാലും നിൻ്റെ കൈ കൊണ്ട് ഭദ്രമായിട്ട് കൊണ്ടേൽപ്പിക്കും. അതുകൊണ്ട് അവളെ കാര്യത്തിൽ നീ ടെൻഷൻ അടിക്കേണ്ട മോനെ. ജിമ്മി, കാര്യങ്ങൾ കുറച്ച് സീരിയസ് ആയിട്ട് കാണാൻ നോക്ക്. നീ വേഗം പോയി അവളെ വിളിച്ചിട്ട് വാ. കുറച്ച് ദിവസത്തേക്ക് ഡ്യൂട്ടിക്കൊന്നും പോകണ്ടെന്ന് പറഞ്ഞേക്ക്. ശരി ഡാഡി, ഞാൻ പോയി വിളിക്കാം. മാത്രമല്ല ഇതിപ്പോഴല്ലേ അറിയുന്നത്. എന്നാൽ ഞാൻ അവളെ അങ്ങോട്ടേക്ക് വിടില്ലായിരുന്നു. സാർ, നന്നായിട്ട് ബ്ലീഡിങ് ചെയ്യുന്നുണ്ട്. ആ കുറ്റിയ ചെറുക്കൻ ഓടിക്കളഞ്ഞു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ നിന്നെയൊക്കെ കൂടെ കൊണ്ട് നടക്കുന്നത്. ഡെയിലി കുറെ മുട്ട പൊഴിഞ്ഞത് കയറ്റാൻ മാത്രം അറിയാം എല്ലാത്തിനും. മാറങ്ങോട്ട്. ആ കുത്തിട്ട് പോയ ചെക്കന് പെട്ടെന്ന് എന്റെ മുന്നിൽ പിടിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ നീ ഒന്നും നിന്റെ മുന്നിൽ വരണ്ട, മനസ്സിലായല്ലോ? ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി ഡ്രസ്സിങ് ചെയ്യാം. എന്തായാലും ഹോസ്പിറ്റൽ വരെ എത്തിയതല്ലേ. നിങ്ങൾ ആ ക്രിസ്റ്റീരിയ പെണ്ണ് സൂസൻ്റെ എവിടെയെങ്കിലും ഉണ്ടാകാൻ നോക്ക്. ഓക്കെ സാർ, ഞങ്ങളിപ്പോൾ അന്വേഷിക്കാം. എക്സ്ക്യൂസ് മീ ഡോക്ടർ. യെസ്. உன் பார்வையில் பைத்தியமானே, உன் வார்த்தையில் வாக்கியமானே, உன் வெக்கத்தை வேடிக்கை பார்த்தேன் மயங்கினேன். ஒரு ஞாபக அலையென வந்து என் நெஞ்சினை நனைத்தவள் நீயே, என் வாலிப திமிரினை உன். ഇയാളെന്താ ഒന്നും മിണ്ടാത്ത? ഇനി സ്റ്റേജ് അങ്ങനെ ആയിപ്പോയോ? ഹലോ, എക്സ്ക്യൂസ് മീ. അത് ഈ ഡ്രസ്സിങ് റൂം എവിടെയാ? എനിക്കൊന്ന് ഡ്രസ്സ് ചെയ്യണമായിരുന്നു. ചെറിയൊരു മുറിവുണ്ട്. ആഹാ, തന്നെ കണ്ടിട്ട് മുറിവുകളായിട്ട് തോന്നില്ല. എന്റെ മുറിവില നിങ്ങളിപ്പോ കുത്തിയെ. മുറിവിലോ? എവിടെ നോക്കട്ടെ. ഈശ്വര, ഇത് ചോരയാണല്ലോ. ഇത്രയും വലിയ മുറിവ് താൻ എന്തിനാ, എങ്ങനെയാ ഇത് സംഭവിച്ച? ഏതായാലും താൻ എൻ്റെ കൂടെ ഞാൻ ഡ്രസ് ചെയ്യുന്ന റൂം കാണിച്ചു തരാം. ഇതാ, അതാ ഡ്രസ് ചെയ്യുന്ന റൂം. താൻ ഓപ്പി എഴുതിയിട്ടുണ്ടാവില്ല അല്ലേ? ശരി, ഞാൻ എടുക്കാം. So sweet and cute. I like you. ശ്രീ ഡോക്ടറെ, ഇതാ ആ ചെക്കനൊന്ന് ഡ്രസ്സ് ചെയ്ത് കൊടുത്ത്. കുറച്ച് മുറിവുണ്ട്. എന്നിട്ട് എൻ്റെ ക്യാബിലോട്ട് വിട്ടാൽ മതി. ഞാൻ മെഡിസിൻ എഴുതി കൊടുത്തേക്കാം. ശരി എന്നാ.
பெண்ணாக இருந்தவள் உன்னை நான் இன்று காதல் செய்தேன். உன்னோடு அறிமுகத்தாலே நான் உன்னில் மறைமுகமானே. நரம்பில்லா இசை மீட்ட குதித்தேன் நானே. நடனா நானே നാനേ. സംതിങ് ഈസ് ഫിഷി. ഇവൻ എന്നെ നോക്കുന്നതൊരു വല്ലാത്ത രീതിയിലാണല്ലോ. ഡോക്ടർ, എൻ്റെ ഡ്രസ്സിങ് കഴിഞ്ഞു. മാത്രമല്ല, നിങ്ങൾ തന്ന ടാബ്ലറ്റ്സും മെഡിസിനൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. നമുക്ക് വീണ്ടും കാണാം. സോറി, ഞങ്ങൾ ഡോക്ടർ പേഷ്യൻസിൻ്റെ അടുത്ത് വീണ്ടും കാണാമെന്ന് പറയാറില്ല. കാരണം നിങ്ങൾ ആരോഗ്യമായിട്ടിരുന്നാൽ മതി. ഇവിടെ വീണ്ടും കാണേണ്ട ആവശ്യം വരരുത്. ബൈ. ബട്ട് നമ്മൾ ഇനിയും കാണണം. ബൈ. സാർ, ക്രിസ്റ്റിയുടെ വൈഫ് സൂസൻ ഡോക്ടർ ആ ക്യാബിനിലാണ് ഉള്ളത്. ഏത് സെക്കൻഡ് ക്യാബിനാണോ? അതെ സാർ, ആ ക്യാബിൻ തന്നെ. അപ്പോൾ അവളാണോ ഇവള്? ക്രിസ്റ്റിയുടെ പെണ്ണാണോ? വണ്ടി എടുക്കടാ. ഇവളെ കൊണ്ട് വയ്യ. എത്ര നേരം ഞാൻ ട്രൈ ചെയ്യുന്നു. ഒന്ന് ഫോൺ എടുത്തൂടെ? ഇതാരാ കോള്? ആ ജിമ്മി പറഞ്ഞോ. ക്രിസ്റ്റി, സൂസൻ മിസ്സിങ്ങോ? അവളെ ഫിസിക്കലി ഉപദ്രവിക്കാതല്ലേ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ആണല്ലോ. അതെ സാർ, ജസ്റ്റ് ക്ലോറോഫോം മാത്രം സ്മെല്ല് ചെയ്യിപ്പിച്ചു, അല്ലാണ്ട് ഞങ്ങൾ തൊട്ടിട്ടില്ല. ഓക്കെ, അത് റെസ്റ്റ് എടുക്കട്ടെ. പിന്നെ ഒരു കാര്യം, ക്രിസ്റ്റി ഇത്രയും പെട്ടെന്ന് ഇവിടെ എത്തും. നമ്മുടെ ആൾക്കാരെ അങ്ങോട്ടേക്ക് തന്നെ പറഞ്ഞു വിട്ടോ, അവൻ്റെ കഥ കഴിക്കാൻ. മനസ്സിലായല്ലോ? ശരി സാർ, അത് ഞങ്ങൾ ഏറ്റു. സൂസൻ, എനിക്കറിയാം ക്രിസ്റ്റി നിന്നെ എന്തായാലും യൂസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ എനിക്കതൊന്നൊരു പ്രശ്നമല്ല. ഞാൻ നിന്റെ എന്താണെന്നറിയില്ല, നിന്റെ കണ്ണുകൾ ഇറ്റ്സ് പ്യുവർ. ഐ ലൈക്ക് യു. നന്നായിട്ട് ഇറങ്ങിക്കോ. ഉറക്കൊഴിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. ഞാനിതെവിടെയാ? ഏയ് സൂസൻ ഡോക്ടർ, പേടിക്കണ്ട. എൻ്റെ തട്ടാത്ത കുഴപ്പമൊന്നുമില്ല. നീ ഇന്ന് രാവിലെ കണ്ട ഡേവിഡ് അല്ലേ? താൻ എന്തിനാ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന്? തൻ്റെ ആൾക്കാരാണോ എന്നെ കിഡ്നാപ്പ് ചെയ്ത്? എന്താ കാര്യം? Hey, relax. Come to the point. I really love you. Love at first sight എന്നൊക്കെ പറയില്ലേ? എന്ത് തമാശ താനീ പറയും? ഞാൻ ക്രിസ്റ്റിയുടെ പെണ്ണ, അവൻ്റെ മാത്രം. അതുകൊണ്ട് മര്യാദയ്ക്ക് എന്നെ ക്രിസ്റ്റിയുടെ അടുത്ത് കൊണ്ടുവിട്ടേക്ക്. സൂസൻ, സ്റ്റോപ്പ് ഇറ്റ്. ഇനി ഒരു അക്ഷരം മിണ്ടരുത്. നിനക്ക് ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഞാൻ ക്രിസ്റ്റിയുടെ പെണ്ണ, മനസ്സുകൊണ്ട് ശരീരം കൊണ്ട്. ക്രിസ്റ്റിയെ ഞാനങ്ങ് കൊന്ന അതിന് നിനക്ക് പറ്റുമായിരുന്നെങ്കിൽ നീ എന്നെ പൊക്കിക്കൊണ്ട് വരില്ല. മാറി നിൽക്കുന്ന മുന്നിൽ നിന്ന് കുറേ മാഫിയ ഇറങ്ങിയിട്ടുണ്ട്. ഇതിനൊക്കെ ഞാൻ കുറേ കണ്ടതാ. എൻ്റെ വീട്ടിലൊരു മാഫിയ ഉള്ളതാ. അതുകൊണ്ട് കൂടുതൽ ചലക്കില്ലട്ടല്ല. സൂസൻ, ശരിക്കും ഞാൻ സത്യം പറഞ്ഞത്, ഞാൻ റിയലായിട്ട് മാഫിയ. നീ മാഫിയാണെങ്കിൽ കോപ്പാണെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. ഞാനും കുറേ കണ്ടതാ. മാറി നിൽക്കടാ അവിടെ നിന്ന്. എനിക്ക് നിന്നെ വേണം. ഞാൻ ആർക്കും നിന്നെ വിട്ടുകൊടുക്കില്ല, നിന്റെ ക്രിസ്റ്റിക്ക് പോലും. മനസ്സിലായല്ലോ? അതിന് ക്രിസ്റ്റി നിന്നെ ബാക്കി വച്ചിട്ട് വേണ്ട. മാറി നിൽക്കടാ എൻ്റെ മുന്നിൽ നിന്ന്. നീ എൻ്റെ മാത്രം. You are only mine. ക്രിസ്റ്റിയുടെ മുമ്പ് പോയി നിന്നിട്ട് പറഞ്ഞിട്ട് നിനക്ക് അവൻ്റെ മുമ്പ് എന്നെ അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ? അങ്ങനെ ഞാൻ കൊണ്ടുവന്ന നീ എൻ്റെ കൂടെ ജീവിക്കും. മാറി നിൽക്കട പോലെ പന്ന. എൻ്റെ കാല് തൊട്ട് പോരുത്. എൻ്റെ കർത്താവ്, എന്തൊരു വിധിയായത്. ഓരോന്നും നേരത്തെ അവൻ, ഇപ്പൊ ഇവൻ. കാലും പോയി. സൂസൻ, നിനക്ക് സബ്റ്റിക്കാവും. നിനക്കെന്താടാ കോപ്പെ? മാറി നിൽക്ക്. എനിക്ക് വയ്യ. ഇവന്മാരൊക്കെ ആരാ? എനിക്ക് വയ്യ. ഓ ഷിറ്റ്, കാറ് പോയല്ലോ. ഇനിയിപ്പോൾ എങ്ങനെ പോവാ? സൂസൻ, നീ ആരുടെ കയ്യിലാ? ഷിറ്റ്. സാർ, സൂസൻ മാഡം ഡേവിഡിൻ്റെ കയ്യില. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എൻ്റെ വണ്ടി ആ ചെക്കൻ്റെ നിന്ന് ബൈക്ക് വാങ്ങിച്ചതാ. എത്ര വേണമെങ്കിലും കൊടുത്തോ. അവൻ എൻ്റെ അടുത്ത് എപ്പോൾ വേണമെങ്കിലും എത്തും. സൂസനെ ഇവിടെ നിന്ന് മാറ്റണം, അല്ലെങ്കിൽ ശരിയാവില്ല. എനിക്കറിയാം ക്രിസ്റ്റി, നീ എത്രയും പെട്ടെന്ന് എൻ്റെ അടുത്ത് എത്തുമെന്ന്. പക്ഷെ ഞാൻ തരില്ല അവളെ. അവൾ ഈ ഡേവിഡിനുള്ളത്.
ഡേവിഡിന് ആദ്യമായിട്ട് മോഹം തോന്നിയ പെണ്ണ അവള്. തരില്ല ഞാൻ. അതിന് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. എന്ത് ക്രിസ്റ്റി. എത്ര പെട്ടെന്ന് നീ എന്നെ ഇങ്ങോട്ടേക്ക് മാറ്റിയത്. നിനക്കിപ്പോൾ മനസ്സിലായില്ലേ നിന്റെ ക്രിസ്റ്റിയെക്കാളും എന്തുകൊണ്ട് ഞാൻ ബെറ്റർ എന്ന്? നീ പറഞ്ഞ ശരിയാ. അതിനർത്ഥം അവൻ എൻ്റെ അടുത്ത് എത്താറായി. അതിൻ്റെ പേടിയാ നിന്റെ വെപ്രാളം. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ പറഞ്ഞ ശരിയാ. എനിക്ക് പേടിയാ ക്രിസ്റ്റിയെ. അത് എന്നെ കൊല്ലുമെന്നല്ല, നിന്നെ എൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോകുന്നുള്ള പേടി മാത്രം. അങ്ങനെ ഞാൻ ആർക്കും കൊടുക്കില്ല നിന്നെ ഇനി. നിനക്ക് ധൈര്യമുണ്ടോ എനിക്ക് വേണ്ടി ക്രിസ്റ്റിയുടെ നേർക്ക് നേരെ നിൽക്കാൻ? പറ്റുമോ നിന്നെക്കൊണ്ട്? എന്നാൽ ഞാൻ പറയാം, നീ ഒരു ആൺകുട്ടിയാണെന്ന്. അതിന് നിനക്ക് പറ്റുമായിരുന്നെങ്കിൽ എന്നെ ഇപ്പോൾ നീ ഇങ്ങനെ ഒളിച്ചു വയ്ക്കില്ലായിരുന്നു. മോശം. ശരി, നീ പറയുന്നത് ശരിയാ. നിനക്ക് വേണ്ടി ഞാൻ അവനോട് ഫൈറ്റ് ചെയ്യാം. പക്ഷെ നീ പറയണം ഞാൻ ജയിച്ചാൽ നീ എൻ്റെ കൂടെ ജീവിക്കുമെന്ന്. അതിന് നീ ജയിച്ചാലല്ലേ? നീ ജയിച്ചിട്ട് എൻ്റെ മുന്നിൽ ഇതുപോലെ വന്ന് നിൽക്ക്. അപ്പോൾ ഞാൻ നിൻ്റെ കൂടെ പുറക്കാം. അതുവരെ നീ എൻ്റെ മുന്നിൽ വരരുത്. എൻ്റെ ക്രിസ്റ്റിയുടെ പേര് പോലും പറയാൻ നിന്നെ കൊണ്ട് പറ്റില്ല മര്യാദയ്ക്ക്. നിന്റെ ക്രിസ്റ്റിയുടെ മുമ്പിൽ പോയി നിൽക്കാൻ ഞാൻ. എന്നിട്ട് അവനെ ഫൈറ്റ് ചെയ്ത് തോപ്പിക്കാം. ഞാൻ തിരിച്ചു വരും. നീ എൻ്റെ കൂടെ ജീവിക്കണം. വാക്കുതാ. സൂസൻ ഒരു വാക്കേ ഉള്ളൂ. പിന്നല്ല അവൻ്റെ മുന്നിൽ നിന്ന് കളിച്ച് ജയിച്ചിട്ട് വാ. അപ്പോൾ നമുക്ക് കാണാം. ശരി, അവൻ്റെ നേർക്ക് നേരെ പോയി ജയിച്ചിട്ട് വരാം. കാത്തിരിക്കുക. ക്രിസ്റ്റി, നീ എവിടെയാ? എന്താ നീ ഇത്ര ലേറ്റ് ആവുന്നത്? എനിക്ക് പേടിയാവുന്നടാ. ഞാൻ പുറമെ ധൈര്യം കാണിച്ചാലും എൻ്റെ ഉള്ളിൽ പിടയ്ക്കുക. എവിടെയാ ക്രിസ്റ്റി? ഞാൻ നിൻ്റെ അടുത്തില്ലാന്ന് നീ അറിഞ്ഞില്ലേ? പെട്ടെന്ന് വാടാ, എന്നെ ഒന്ന് കൊണ്ടുപോടാ ഇവിടെ നിന്ന് പ്ലീസ്.